ലോകപ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ മോണ്ട് സെന്റ് മിഷേലിലെ ഒരു രാത്രിയിൽ താൻ തന്റെ കാവൽമാലാകയെ നേരിൽ കണ്ടുവെന്ന വെളിപ്പെടുത്തലുമായി പ്രശസ്ത വൈദികനും എഴുത്തുകാരനുമായ ഫാദർ ഡ്യുവൈറ്റ് ലോഞ്ചനിക്ക്. ഈ അനുഭവം വെറും ഭാവനയല്ല എന്നും തന്റെ ജീവിതയാത്രയിൽ മാലാക എപ്പോഴും കൂടെയുണ്ടെന്ന ഉറച്ച ബോധ്യമാണ് ഇതിലൂടെ ലഭിച്ചതെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ദിവസം തീർത്ഥാടനത്തിന്റെ ഭാഗമായി മൊണാസ്ട്രിയിൽ താമസിക്കുമ്പോൾ പുലർച്ചെ 3 മണിക്ക് പെട്ടെന്നുണർന്ന വൈദികൻ കിടന്ന കട്ടിലിന് താഴെ ആരോ നിൽക്കുന്നതായി കണ്ടു. ഏകദേശം 7 അടി ഉയരമുള്ള ഒരു രൂപമാണ് അദ്ദേഹം കണ്ടത്. ആ രൂപത്തിൽ നിന്ന് പ്രസരിച്ചിരുന്ന സമാധാനം വിവരിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം പറയുന്നു. ആരാണ് നിങ്ങൾ എന്ന ചോദ്യത്തിന് ഞാൻ നിന്റെ കാവൽമാലാകയാണ്, നിന്റെ ജീവിതയാത്രയിൽ ഞാൻ നിനക്കൊപ്പം നടക്കുന്നുണ്ടെന്നായിരുന്നു മറുപടി ലഭിച്ചത്. മാലാക തന്റെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും അത് രഹസ്യമായി സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചതായും വൈദികൻ വെളിപ്പെടുത്തി. ഈ അനുഭവത്തെ ഒരു യുക്തിവാദി എങ്ങനെ കാണുമെന്നതിനെക്കുറിച്ചും ഫാദർ ലോഞ്ചനിക്ക് തന്റെ കുറിപ്പിൽ വിശകലനം ചെയ്യുന്നുണ്ട്. യാത്രാക്ഷീണമായോ മനസ്സിന് സമ്മർദ്ദമായോ അല്ലെങ്കിൽ സ്വപ്നമായോ ഇതിനെ തള്ളിക്കളയാൻ എളുപ്പമാണ്. എന്നാൽ വിശുദ്ധ ജോവാൻ ഓഫ് ആർക്കിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇതിന് മറുപടി നൽകുന്നു. ദൈവം നമ്മുടെ ഭാവനയിലൂടെ അല്ലാതെ മറ്റെന്തിലൂടെയാണ് നമ്മോട് സംസാരിക്കുക. ഭാവന എന്നത് കേവലം സങ്കല്പമല്ല എന്നും ദൈവത്തിന് മനുഷ്യനോട് സംവദിക്കാനുള്ള ഒരു വാതിലാണെന്നുമാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കിയത്. കലയും പ്രാർത്ഥനയും കണ്ടുപിടുത്തങ്ങളുമെല്ലാം ജനിക്കുന്നത് ഇത്തരമൊരു ഭാവനയിൽ നിന്നാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ രാത്രിയിലെ അനുഭവം ഇന്നും മായാതെ നിൽക്കുന്നു. ഓരോ ദിവസവും തന്റെ കാവൽമാലാക കൂടെയുണ്ടെന്ന ബോധ്യം പ്രാർത്ഥനയിലൂടെ തിരിച്ചറിയാൻ തനിക്ക് സാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ലോകം ഇതിനെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും മാലാകമാരുടെ സംരക്ഷണം സത്യമാണെന്ന വലിയ സന്ദേശമാണ് ഫാദർ ഡ്യുവൈറ്റ് വിശ്വാസികൾക്ക് നൽകുന്നത്.